ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കാരമൽ ടീൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ടീ കുടിക്കാനായിട്ട് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂണ് ചായപ്പൊടി എടുക്കുന്നുണ്ട്. ചായപ്പൊടി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നും എടുക്കുന്ന ചായപ്പൊടിയാണെങ്കിൽ അതായിരിക്കും കേട്ടോ കൂടുതൽ നന്നാവുക. അതാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു സ്ട്രോങ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പം ഞാനിവിടെ 3/4 ടേബിൾ സ്പൂണാണ് എടുത്തത്. ഞാനിവിടെ ചായപ്പൊടിയും പഞ്ചസാരയും എടുക്കുമ്പോൾ ഫ്ലെയിം ഓഫാക്കിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ആക്കി കൊടുത്തതിന് ശേഷമാണ് ഞാനൊന്ന് ഫ്ലെയിം ഓൺ ആക്കിയത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. ഈ ഒരു ടീക്ക് കാരമൽ ടീ എന്ന് പറയാൻ തന്നെയുള്ള കാരണം പഞ്ചസാര നന്നായിട്ട് മെൽറ്റാക്കി എടുക്കുന്നുണ്ടല്ലോ. ഇത് റെഡിയാക്കി എടുക്കുമ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ട് മാത്രമാണ് ഈ ഒരു പഞ്ചസാരയും ചായപ്പൊടിയും കൂടി ഒന്ന് മെൽറ്റാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതായത് ചെറുതായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. ഇത് രണ്ടും കൂടി മെൽറ്റായി വരുമ്പം പ്രത്യേക ഒരു സ്മെല്ലാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി ഇതിൻ്റെ സ്മെല്ല്. ഇനി ഇതിലേക്ക് ഞാൻ ഈ ഒരു കളറിൽ വരുമ്പം ഇതിലേക്ക് ഞാൻ ഒരു 3/4 കപ്പ് പാലും ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി മിക്സാക്കി എടുത്തതാണ്. ഇതൊഴിച്ച് കൊടുത്തെങ്ങാൻ ഒന്നും കൂടി ഇത് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ആദ്യം നമ്മുടെ പഞ്ചസാരൊക്കെ പാത്രത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചോണമെന്ന് തോന്നും. അപ്പോൾ പാലൊഴിച്ച് കൊടുത്തെങ്ങാൻ തിളപ്പിച്ചെടുക്കുമ്പോൾ ഇത് നന്നായിട്ട് തന്നെ ലൂസായി കിട്ടിക്കോളും. അപ്പോൾ ഞാനിത് അവിടെ നന്നായിട്ട് തന്നെ ഇത് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഒട്ടുമിക്ക ചായയിലും ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതിൻ്റെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിവിടെ 2 ഏലക്കായ ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് വേണമെങ്കിൽ ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ അങ്ങനെയും ചെയ്യുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുത്താൽ അതായിരിക്കും കേട്ടോ കൂടുതൽ നന്നാവുക. അപ്പം ഞാനിവിടെ ഇത് നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ അതവിടെ നന്നായിട്ട് തിളച്ചത് പൊന്തി വന്നതിന് ശേഷം ഞാനത് ഫ്ലെയിം ഓഫാക്കി ഞാൻ ചൂടോടെ തന്നെ വേറൊരു ഗ്ലാസ്സിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് ചൂടോടെ തന്നെ കുടിക്കുകയും വേണം കേട്ടോ. ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്, ഒരു മസാല ചായൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഇല്ലേ, ആ ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. എനിക്ക് നല്ല ഇഷ്ടമായി ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പം ഈ ഒരു മോഡലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഈ ഒരു റെസിപ്പി. അപ്പം ഞാൻ യൂട്യൂബിൽ ഒരുപാട് പേര് വീഡിയോസ് ഇടുന്നത് കണ്ടുങ്ങാനാണ് ഞാനും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. ഞാനൊരു തവണ മുമ്പേ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നന്നായിട്ട് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ മുമ്പിലേക്കും ഇത് ഷെയർ ആക്കിയത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരും വ്ളോഗ് കാണാൻ ഇഷ്ടമുള്ളവരും ബ്യൂട്ടി ടിപ്സൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.